ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് SMC ലേണിംഗ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡ്യൂസ്മെൻറ്റിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാര്യം എന്ന് വെച്ചാൽ SMC യൂസ് ചെയ്ത് എൻട്രി എടുക്കുന്ന ഒരാളാണെങ്കിൽ എവിടെയാണ് ട്രാപ്പ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. SMC എന്ന് പറഞ്ഞാൽ തന്നെ സ്മാർട്ട് മണി എന്ന ആ സ്മാർട്ട് മണി എവിടെ വർക്ക് ആവുന്നു, എവിടെ വർക്ക് ആവുന്നില്ല എന്നത് മാത്രമല്ല, എവിടൊക്കെ SMC നമ്മളെ ട്രാപ്പിലാക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമ്മളുടെ ആ ഒരു എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റി വരുത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് ഈ ഒരു അവോയ്ഡിങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാപ്സ് ഇൻ ഫോറക്സ് ട്രേഡിംഗ്, അഡ്വാൻസ്ഡ് ലെവലാണ്. ഓക്കെ, ഹൗ ടു ഐഡന്റിഫൈ ഇൻഡ്യൂസ്മെന്റ് സോൺസ്, ഹൗ ടു അവോയ്ഡിങ് ഫാളിംഗ് ഇൻ ടു മാർക്കറ്റ് മേക്കേഴ്സ് ട്രാപ്സ്, അതുപോലെ തന്നെ മാർക്കറ്റ് മേക്കേഴ്സ് മാനിപ്പുലേഷൻ മെത്തേഡ്സ്, അതുപോലെ തന്നെ പോസിബിൾ മാർക്കറ്റ് റിയാക്ഷൻ ഫേസിങ് വിത്ത് ഇൻഡ്യൂസ്മെന്റ് സോൺസ്. അപ്പം ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്ലാസ് തുടക്കം മുതൽ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുടെ തന്നെ ഓരോരോ ടോപ്പിക്കുകൾ നമ്മൾ പല ക്ലാസ്സിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് പല പല ക്ലാസ്സിലായിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം നിങ്ങൾ ആ ക്ലാസ്സുകൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സംഭവിച്ചു, അപ്പോൾ നമുക്ക് അവിടെ അതുപോലെ എൻട്രി എടുക്കാം എന്നുള്ളൊരു ഐഡിയ കൂടി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ, ഇൻഡ്യൂസ്മെന്റ് സോൺസ്. ഇൻഡ്യൂസ്മെന്റ് സോൺസ് ഓൾസോ നോൺ ആസ് ലിക്വിഡിറ്റി സോൺസ്, വെയർ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആർ ഇൻഡ്യൂസ്ഡ് to enter or exit trades due to the presence of significant liquidity. These zones often represent areas of high buying or selling interest and can provide valuable insight into potential market reversals or continuation. അതായത് ഇൻഡ്യൂസ്മെന്റ് സോൺസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി സോൺസ് തന്നെയാണ്. അതായത് ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ മാർക്കറ്റ് എന്താണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രാപ്പിലാക്കുക റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഓർഡേഴ്സ് ആരെടുക്കുക, സ്മാർട്ട് മണി എടുക്കുക, മാർക്കറ്റിനെ തിരിച്ച് ആ ഒരു ഡയറക്ഷനിലോട്ട് കൊണ്ടുവരിക. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞ ട്രാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് പോകാം. ഇൻഡ്യൂസ്മെന്റ് സോൺസ് ഒക്കേഴ്സ് അറ്റ് സ്പെസിഫിക് പോയിന്റ് ഓർ ഏരിയാസ് ഇൻ മാർക്കറ്റ് വെയർ ട്രേഡേഴ്സ് ബിലീവ് ഇറ്റ് ഈസ് ദ റൈറ്റ് ടൈം ടു എൻ്റർ എ ട്രേഡ് ബേസ്ഡ് ഓൺ ദെയർ അനലൈസിസ് and trading system. These zones are strategically used by central banks and large financial institutions to manipulate and lure retail traders into their traps. അതായത് നമ്മളിപ്പം ഒരു സെൽ സൈഡിലോട്ടൊരു എൻട്രി നമ്മൾ പുഷ് ചെയ്യാൻ നിൽക്കുക, ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ കണ്ടു. എന്നാൽ ആ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വന്ന് കയറിയതിനു ശേഷം നമ്മളുടെ ആ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു. സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് താഴോട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ ഈ കാഴ്ച നമ്മൾ പല ടൈമിനും പലയിടത്തായിട്ടും കണ്ടിട്ടുള്ള കാഴ്ച. അതായത് ഇതിനെയാണ് കറക്റ്റായിട്ട് ഒരു ട്രാപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെന്റ് സോണിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് ഇറങ്ങി വരുന്നത് ആ ഒരു രീതിയിലാണ്. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പിലാക്കി സ്മാർട്ട് മണി ഓർഡേഴ്സ് എടുത്ത് പമ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യങ്ങളിലോട്ട് ക്ലിയർ ആയിട്ട് വരാം. അപ്പം ദ പർപ്പസ് ഓഫ് ഇൻഡ്യൂസിങ് ട്രേഡേഴ്സ്, ക്രിയേറ്റ് ലിക്വിഡിറ്റി, അട്രാക്ട് മോർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അതായത് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, ഒരു പ്രൈസ് റേഞ്ചിൽ ബയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ്, ഈ ബയേഴ്സിനെ അല്ലെങ്കിൽ സെല്ലേഴ്സിനെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അവിടെ നിന്ന് അവരെ ട്രാപ്പിലാക്കിയതിന് ശേഷം ഈ ഒരു സ്മാർട്ട് മണിയുടെ മൂവ്മെൻ്റ് ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് സോണിൻ്റെ ഒരു എയിം എന്നുള്ളത്. ഓക്കെ, അവിടെ ഓർഡേഴ്സ് കൂട്ടുക എന്നുള്ളതാണ് മെയിൻ എയിം. അങ്ങനെ ഓർഡേഴ്സ് കൂടണമെങ്കിൽ എന്ത് സംഭവിക്കണം? റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കണം. ഓക്കെ, എന്നാലേ ആ ഒരു ബാങ്ക്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അത്രയധികം ഓർഡേഴ്സ് അവിടെ നിന്ന് കളക്ട് ചെയ്ത് പമ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അവരൊക്കെ മില്യൺ കണക്കിന് ഡോളേഴ്സ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും ഓർഡേഴ്സ് അവിടെ വേണം. സോ ട്രാപ്പിലാവുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ, എവിടൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് സോൺസ് അല്ലെങ്കിൽ നമ്മളിപ്പോഴുള്ള ഒരു റീറ്റെയിൽ ട്രേഡേഴ്സ് ട്രാപ്പിലായി പോകുന്നത് എന്ന് നിങ്ങൾക്കറിയണം. അപ്പം ഫസ്റ്റ് വൺ, ഓർഡർ ബ്ലോക്ക്. ഓർഡർ ബ്ലോക്കിൽ നിരവധി ട്രാപ്പ് ഉണ്ട്.
ഓക്കെ, അതായത് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റിന്റെ മൂവ്മെന്റും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങളുണ്ട്, ഇൻഎഫിഷ്യൻസി ഉണ്ട്, 2ഓളം ഓർഡർ ബ്ലോക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ഇവിടെ മാർക്കറ്റ് വന്നു റെസ്പെക്ട് ചെയ്യുന്നത് പോലെയൊക്കെ ആക്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ടിറങ്ങി വന്നു. താഴെയുള്ള ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് പമ്പ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് സോൺ അല്ലെങ്കിൽ ഇതൊരു ഇൻഡ്യൂസ്മെന്റ് ഏരിയ ആണ്. അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള ഈ ഇൻഡ്യൂസ്മെന്റ് ഏരിയ അറിയാവുന്ന, അല്ലെങ്കിൽ നമുക്കറിയാം അതൊരു ഇൻഡ്യൂസ്മെന്റ് ഏരിയ ആണ്. ആ ഒരു ഇൻഡ്യൂസ്മെന്റ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മറ്റേരിയയാണ് ഒരു ഇൻഡ്യൂസ്മെന്റിന് തൊട്ട് താഴെയായിട്ടുള്ള പ്രൈസ് റേഞ്ചുകൾ. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്താണ് സ്മാർട്ട് മണി എന്തായിട്ട് ഉപയോഗിച്ചു? ഒരു ഇൻഡ്യൂസ്മെന്റ് ഏരിയ ആയിട്ട് ഉപയോഗിച്ചു. റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ സ്റ്റോപ്പ് ലോസുകൾ ഇവിടെ ഹിറ്റ് ആവുന്നുണ്ട്. ഹിറ്റ് ആയതിനു ശേഷം മാർക്കറ്റ് തൊട്ട് താഴെയുള്ള ഓർഡർ ബ്ലോക്സിൽ വന്ന് റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്ത്. അപ്പോൾ ഞാൻ ഓരോരോ ഇൻഡ്യൂസ്മെന്റ് സോൺസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി സെക്കൻഡ് വൺ, ഡൈനാമിക് ട്രെൻഡ് ലൈൻ ആൻഡ് ചാനൽ ബ്രേക്ക്. അതായത് നമുക്കറിയാവുന്ന ട്രെൻഡ് ലൈനും അതുപോലെ തന്നെ പാരലൽ ചാനൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇൻഡ്യൂസ്മെന്റ് ക്യാൻ ഒക്കേഴ്സ് വെൻ എ ഡൈനാമിക് ട്രെൻഡ് ലൈൻ ഓർ ചാനൽ ഈസ് ബ്രോക്കൺ. ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എ സെൻസ് ഓഫ് അർജൻസി among traders to enter positions in the direction of the breakout. Market manipulators may induce a false breakout to trigger a surge of buying or selling before reversing the price in the opposite direction. അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ഒരു കാര്യം കാണാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ട്രെൻഡ് ലൈനാണ്. അപ്പോൾ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ട്രെൻഡ് ലൈനിലോട്ട് മാർക്കറ്റ് കയറി വരുമ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത്? കുറച്ചധികം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരു 3-4 കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ, ഈ ഒരു ട്രെൻഡ് ലൈനിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്ന റീറ്റെയിൽ ട്രേഡേഴ്സ്, ഓക്കെ, അവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ കൺഫേം അടിക്കും. ഇനി രണ്ടാമത്തത്, ഇവിടുന്ന് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിച്ച് ഇവിടുന്ന് എൻട്രി എടുക്കുന്നവർ, ഓക്കെ, ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കുന്നവർ, അവരുടെ സ്റ്റോപ്പ് ലോസ് എവിടെ അടിക്കും? ഇവിടെ അടിക്കും. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ എന്താണ്, ഇവിടുന്ന് സെല്ല് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ, ബൈ ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ. ഇനി ഇതും അല്ലാണ്ട് ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്യുമ്പം എൻട്രി എടുക്കും എന്ന് വിചാരിക്കുന്നവരുടെ സ്റ്റോപ്പ് ലോസ് ഇനി അവിടെ അടുത്തായിട്ട് അടിക്കും. അപ്പം ഇവിടെ ഒരു 3-4 സ്റ്റോപ്പ് ലോസുകൾ പല ബയേഴ്സിൻ്റെ സെല്ലേഴ്സിൻ്റെ ഒക്കെ അടിക്കും. അപ്പം ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് ഇവിടെ എന്താണ് മാനിപ്പുലേഷൻ, റീറ്റെയിൽ ട്രേഡേഴ്സിന് മാനിപ്പുലേഷൻ സംഭവിച്ചുകൊണ്ട് അവരുടെ സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇതും ഒരു തരത്തിൽ എന്താണ്, ഒരു ഇൻഡ്യൂസ്മെന്റ് സോൺസ് ആണ്. അപ്പം പലതരത്തിലുള്ള ഇൻഡ്യൂസ്മെന്റ് സോൺസ് ഉണ്ട്, ഓരോന്നും പറഞ്ഞുതരാം. എന്നിട്ട് അവിടെ നമ്മൾ ഏതൊക്കെ രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും പറഞ്ഞുതരാം. ഓക്കെ, ഇനി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമുക്കറിയാവുന്ന കാര്യം. സപ്പോർട്ടിൽ വന്നാൽ മാർക്കറ്റ് വന്ന് ചിലപ്പോൾ ടാപ്പ് ചെയ്ത് പമ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് എന്താണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കൺസെപ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഒരു സ്ട്രാറ്റജി നമ്മൾ പഠിക്കുമ്പോൾ അതിന് ഏതാണെങ്കിലും മിനിമം ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണെങ്കിലും എന്തുവാണെങ്കിലും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ്. ഓരോ സ്ട്രാറ്റജി ഇപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് വന്ന് സപ്പോർട്ട് വന്ന് ടാപ്പ് ചെയ്ത് താഴോട്ട് പോകും എന്ന് മാത്രമല്ല, അതിന് കുറച്ചധികം കാര്യങ്ങളൂടെ ഉണ്ട്. അവരുടെ ഒരു എൻട്രി പുഷ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മളെ സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ അഡ്വാൻസ് ലെവൽ കാര്യങ്ങൾ നമ്മൾ അറിയണം. ഓക്കെ, അപ്പോൾ ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. എന്നാൽ ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്തു മാർക്കറ്റ്? ഇവിടുത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്ത് താഴോട്ട് മൂവ് ചെയ്ത് പോയേക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ മാർക്കറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തോ എന്ന് ചോദിച്ചാൽ ആക്ട് ചെയ്തിട്ടുണ്ട്. തൊട്ട് മുകളിലത്തെ പ്രൈസ് റേഞ്ചിലായിട്ടാണ് മാർക്കറ്റ് എന്താണ് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് മൂവ് ചെയ്തത്. അപ്പോൾ ഇവിടെയും ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെയധികം സ്റ്റോപ്പ് ലോസുകൾ ഇവിടെ ഹിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അതിനുശേഷമാണ് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുന്നത്. സോ ഇതും ഒരു ഇൻഡ്യൂസ്മെന്റ് ഏരിയ ആണ്. ഇനി നെക്സ്റ്റ് കാര്യമാണ് ഫിബൊക്കെ യൂസ് ചെയ്ത് എൻട്രി എടുക്കുന്നവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന് അതിൻ്റെതായിട്ടുള്ള റൂൾസും കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്നത് പോലെ മിനിമം ഒരു ഫിബ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പോലും അതിൻ്റെതായ റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്ന കാര്യം, ഈ ഒരു ഫിബില് 0.614 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ മാർക്കറ്റ് പുൾ ബാക്ക് തന്നതിന് ശേഷം മാർക്കറ്റ് ഒരു ടാപ്പ് തന്ന് മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. എന്നാൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് പമ്പ് ചെയ്യാണ്ട് മാർക്കറ്റ് തൊട്ട് താഴോട്ടിറങ്ങി മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്ന് ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ വന്ന് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് കയറി പോയേക്കുന്നതാണ്.
അപ്പോൾ നമുക്ക് ഇവിടെയും എന്ത് പറയാൻ പറ്റും? മാർക്കറ്റ് റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പിലാക്കി. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ബൈ എടുത്തവരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇവിടെ ആയിട്ടൊക്കെ ഹിറ്റ് ആവുന്നുണ്ട്. സോ ഇതും എന്താണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഇൻഡ്യൂസ്മെന്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഓർഡർ ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞു, ട്രെൻഡ് ലൈനിന്റെ കാര്യം പറഞ്ഞു, പാരൽ ചാനലിന്റെ കാര്യം പറഞ്ഞു, ഓക്കെ, അതുപോലെ തന്നെ ഫിബിന്റെ കാര്യം പറഞ്ഞു, സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ ആണ് ഈ ഒരു അക്യുമുലേഷൻ ഫേസ്. അതായത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സ്ട്രാറ്റജി തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിൻ്റെ പുറത്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് പറഞ്ഞാൽ ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ലിക്വിഡിറ്റി ഉള്ളിടത്താണ് ഓർഡേഴ്സ് ഉള്ളത്, ഓർഡേഴ്സ് ഉള്ളിടത്തു നിന്നാണ് സ്മാർട്ട് മണി വർക്ക് ആവുന്നത്. ഓക്കെ, ആ ഒരു ലോജിക്ക് മനസ്സിലാക്കി വെക്കുക. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു അക്യുമുലേഷൻ ഫേസ് ആണ്. ഓക്കെ, ഇവിടെ വരും, മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുക്കും, സപ്പോർട്ട് എടുത്തതിനു ശേഷം മാർക്കറ്റ് പമ്പ് ചെയ്യും. ഓക്കെ, എന്താണ് സപ്പോർട്ട് എടുത്ത് ഈ ഒരു റേഞ്ചിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് പമ്പ് ചെയ്യും എന്ന് പലരും വിചാരിച്ചാൽ ഇവിടെ ഓൾറെഡി സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റാവും. എന്താണ് ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്ന ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടെ എന്താണ് ഹിറ്റാവും? സത്യം പറഞ്ഞാൽ ഇത് മാനിപ്പുലേഷൻ ആണ്, പ്രോപ്പറായിട്ട് പറഞ്ഞ മാനിപ്പുലേഷൻ ആണ്. മാനിപ്പുലേഷൻ ചെയ്യുക, അതായത് റീറ്റെയിൽ ട്രേഡേഴ്സിനെ മാനിപ്പുലേഷൻ ചെയ്യുക. ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആണെന്നും പറഞ്ഞ് എൻട്രി എടുക്കുന്നവർ കാണും, ഇനി റീടെസ്റ്റ് ആണെന്നും പറഞ്ഞ് എൻട്രി എടുക്കുന്നവർ കാണും. ഓക്കെ, ഇനി സപ്പോർട്ട് വന്ന് ടാപ്പ് ചെയ്ത് പമ്പ് ചെയ്യും എന്ന് പറയുന്ന അങ്ങനെ എൻട്രി എടുക്കുന്നവർ കാണും. അങ്ങനെ പല രീതിയുണ്ട്. സോ ഇത് അക്യുമുലേഷൻ ഫേസ് ആണ്, ഇത് മാനിപ്പുലേഷൻ ഫേസ് ആണ്, ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ചാൽ SMC യൂസ് ചെയ്ത് എൻട്രി എടുക്കുന്നവരാണെങ്കിൽ അവിടെ എന്താണ് വർക്ക് ആവേണ്ടത്? സ്മാർട്ട് മണിയാണ് വർക്ക് ആവേണ്ടത്. ഓർഡേഴ്സ് വേണം, ലിക്വിഡിറ്റി വേണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു അക്യുമുലേഷൻ്റെ കാര്യമാണെങ്കിലും, ഇനിയിപ്പോൾ ട്രെൻഡ് ലൈനിൻ്റെ കാര്യമാണെങ്കിലും, അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്കിൻ്റെ കാര്യമാണെങ്കിലും, ഇനി അതിനപ്പുറം ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് വന്നൊരു FEGയിൽ വന്ന് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുന്ന കാര്യത്തിലാണ്. ആ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഓരോ കാര്യം നമ്മൾ ഓരോ ക്ലാസ്സിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല എൻട്രി മെത്തേഡായിട്ട് എങ്ങനെ ആ ഒരു ക്വാളിറ്റി ആയിട്ട് ഒരു എൻട്രി മേക്ക് ചെയ്യാമെന്നുള്ള കാര്യമൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ പോയി നിങ്ങൾ അത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻഡ്യൂസ്മെന്റ് ട്രാപ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യമൊക്കെയാണ്. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം മാനിപ്പുലേഷൻ എവിടെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു സ്ട്രാറ്റജി, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് വെച്ചാൽ ഇതൊരു അക്യുമുലേഷൻ ഫേസ് ആണെങ്കിൽ ഇതൊരു മാനിപ്പുലേഷൻ ഫേസ് ആയിരിക്കും. സോ ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആയിരിക്കും. അപ്പം ഇതും എന്താണ്? ഒരു ഇൻഡ്യൂസ്മെന്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ സ്വിംഗ് ഹൈ, സ്വിംഗ് ലോസ്. അതായത് സ്വിംഗ് ഹൈക്ക് മുകളിലും സ്വിംഗ് ലോയ്ക്ക് താഴെയും ബൈ സൈഡ്, സെൽ സൈഡ് ലിക്വിഡിറ്റി എന്നൊക്കെ നമ്മൾ പല ക്ലാസ്സുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഫേക്ക് ബ്രേക്ക്ഔട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുക, മാർക്കറ്റ് താഴോട്ട് പമ്പ് ചെയ്യുക. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് പമ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, അവിടെ സ്മാർട്ട് മണിയാണ് വർക്കായിരിക്കുന്നത്. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നു, മാർക്കറ്റ് പമ്പ് ചെയ്യുന്നു, താഴോട്ട് പമ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സ്വിങ്ങിൻ്റെ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുന്നു, മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഓരോരോ ഇൻഡ്യൂസ്മെൻറ്റിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഓർഡർ ബ്ലോക്സ് ആവട്ടെ, ഫിബിലാവട്ടെ, അല്ലെങ്കിൽ പാരൽ ചാനലിലാവട്ടെ, അല്ലെങ്കിൽ ട്രെൻഡ് ലൈനിലാവട്ടെ, അല്ലെങ്കിൽ സ്വിംഗ് ഹൈസിന് മുകളിലാവട്ടെ, സ്വിംഗ് ലോസിന് താഴെ ആവട്ടെ, ഇവിടെ എല്ലാം എന്തുണ്ട്? ലിക്വിഡിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പം ഇതിനൊക്കെ അപ്പുറം ഇപ്പം എവിടൊക്കെയാണ് ട്രാപ്പുകൾ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ഈ ഒരു SMC ഇൻഡ്യൂസ്മെന്റ് തിയറി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം നമുക്ക് ഒന്നാമത്തെ കാര്യം, ഒരു ട്രേഡർ എന്ന നിലയിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടത്, ഏറ്റവും വലിയ കാര്യം ക്ഷമ എന്നുള്ള കാര്യം, പേഷ്യൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഹൈ തന്നു, ദെൻ മാർക്കറ്റ് ലോ തന്നു, ദെൻ മാർക്കറ്റ് ഇന്റേണൽ ഹൈസ് റേഞ്ച് തന്നു, അതിനുശേഷം മാർക്കറ്റ് ഒരു ഹയർ ഹൈ തന്നു, ദെൻ അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലോട്ട് വന്നു, മാർക്കറ്റ് താഴോട്ട് വന്നു. അപ്പോൾ ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് അല്ലെങ്കിൽ എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക് ആ ഒരു കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം അതിലുപരിയായി ജസ്റ്റ് നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. ഈ ഒരു സ്ട്രക്ചർ വാച്ച് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഹൈ തന്നു, ലോ തന്നു, അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വന്നൊരു ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഒരു ഇന്റേണൽ സ്ട്രക്ചർ വന്നു, അതിനുശേഷം ഹയർ ഹൈ വന്നു. അപ്പം ഇവിടെ ഇൻഎഫിഷ്യൻസി ഉണ്ടായതുകൊണ്ട് സോ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക് കിട്ടി. ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇൻഎഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക് കിട്ടി. അതിനുശേഷം മാർക്കറ്റ് ഒരു ഇന്റേണൽ റേഞ്ചിൽ മാർക്കറ്റ് എന്ത് തന്നാൽ, ഓർഡർ ബ്ലോക്സ് തന്നാൽ
മാർക്കറ്റ് അത് എന്തായിട്ട് ആക്ട് ചെയ്യാനായിരിക്കും ചാൻസ് കൂടുതൽ? ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാനായിരിക്കും ചാൻസ് കൂടുതൽ. അത് മാർക്കറ്റിൽ റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പിലാക്കാൻ വെച്ചേക്കുന്ന ഒരു പ്രൈസ് റേഞ്ച് ആയിരിക്കും. ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും എന്ത് സംഭവിക്കുക? ഓർഡേഴ്സ് കൂടുക. അതായത് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിന് തൊട്ട് താഴത്തെ റേഞ്ചിലായിട്ട് ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, അതിങ്ങനെ കളക്ട് ചെയ്തായിരിക്കും മാർക്കറ്റ് പിന്നീട് പമ്പ് ചെയ്യുന്നത് മുകളിലോട്ട്. ഓക്കെ, ഈ ഒരു സ്വിങ്ങിന് മുകളിൽ, അതുപോലെ തന്നെ ഈ ഒരു സ്വിങ്ങിന് മുകളിൽ ഒക്കെ ഓർഡേഴ്സ് ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ മെയിനായിട്ട് നോക്കേണ്ടത് ലിക്വിഡിറ്റി പൂളാണ്. ലിക്വിഡിറ്റി പൂൾ എവിടെ ആയിരിക്കും? ഇൻഡ്യൂസ്മെൻറ്റ് സംഭവിച്ച സ്ഥലത്തായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻറ്റേർണൽ റേഞ്ച് ആയതുകൊണ്ട്, ഈ ഒരു ഇൻറ്റേർണൽ റേഞ്ച് ഹൈ ആയതുകൊണ്ട് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു? ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എന്താണ് SMC യൂസ് ചെയ്തു. സ്മാർട്ട് മണി ആ ഒരു രീതിയിലാണ് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടുന്ന് എൻട്രി എടുത്തവരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇവിടെ ഹിറ്റ് ആവുന്നു. സോ ഇവിടെ എന്തുണ്ട്? ബൈ ഓർഡേഴ്സുകളുണ്ട് ഇഷ്ടംപോലെ. സോ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക്, ഓക്കെ, ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി റേഞ്ച് ആയിട്ടുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യും, മാർക്കറ്റ് പമ്പ് ചെയ്യും. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? അവിടെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഓർഡേഴ്സ് ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ, ഇനി ആ ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വന്ന് ഇറങ്ങിയാൽ നിങ്ങൾക്കത് ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷമുള്ള ഒരു PD അറേ നിങ്ങൾക്ക് നോക്കാം, FEG നോക്കാം, ബ്രേക്കർ ബ്ലോക്ക് നോക്കാം, മിത്തിക്കേഷൻ ബ്ലോക്കോ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അവിടെ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ലോങ് എൻട്രി നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒരു എക്സ്റ്റേണൽ റേഞ്ച് എന്താണ്? ലിക്വിഡിറ്റി ലെവൽ വരെ. അതായത് ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ഇങ്ങനെയുള്ള ഈ ഒരു റേഞ്ച് നോക്കാം, നെക്സ്റ്റ് അതിന് മുകളിലോട്ടുള്ള റേഞ്ച് നിങ്ങൾക്ക് നോക്കാം. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റും കാര്യങ്ങളും നോക്കിയതിന് ശേഷം നെക്സ്റ്റ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് നോക്കിയതിന് ശേഷം അവിടുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എൻട്രികൾ പുഷ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു പ്രൈസ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ്, ഇതിന് നിങ്ങൾക്ക് ആ ഒരു 2 സിനാരിയോ കാണിച്ചു തരാം. ഈ ഒരു 2 സിനാരിയോയും നിങ്ങൾ പല തവണ ചാർട്ടിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്തായി? റിവേഴ്സായി. ഒന്നെങ്കിൽ ട്രെൻഡ് റിവേഴ്സ് ആവും, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഫേക്ക് ഔട്ട് ആയിരിക്കും. അപ്പം അതിന് രണ്ടിനും ചാൻസ് ഉണ്ട്. അപ്പം ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവാനാണോ ചാൻസ് കൂടുതൽ, അതൊരു ഫേക്ക് ഔട്ട് ആവാനാണോ ചാൻസ് കൂടുതൽ എന്നുള്ള കാര്യം നമുക്ക് അതിന് തൊട്ട് മുമ്പ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് മറ്റൊരു കാര്യം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് 2 സിനാരിയോ കാണിച്ചു തരാം. അപ്പം ഇവിടെ മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. ഓക്കെ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷം ഈ ഒരു റേഞ്ച് എന്താണ്? ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഏരിയ ആണ്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് ഇറങ്ങി താഴോട്ട് വന്ന മാർക്കറ്റ് എന്താണ്? ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തു. ഇവിടെ വന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അവിടുന്ന് നമുക്ക് എന്താണ്? ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇവിടെ കിട്ടി. ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി. ഓക്കെ, മാർക്കറ്റ് വന്ന ആ ഇൻഡ്യൂസ്മെൻറ്റ് ലെവലിൽ വന്ന് ഇറങ്ങി വിക്ക് കൊണ്ട് ഈ ഒരു സ്വീപ്പ്, ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് പമ്പ് ചെയ്ത് ഇങ്ങനെ കയറി പോയേക്കുന്ന കാണാൻ പറ്റും. അപ്പം ഇത് ഒരു സിനാരിയോ ആണ്. ഓക്കെ, ഇനി മറ്റൊരു സിനാരിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റിൽ എന്താണ്? ഇതൊരു ഇൻറ്റേർണൽ റേഞ്ച്, എന്താണ്? ഒരു ഇൻറ്റേർണൽ റേഞ്ചാണ്. അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് പോലെ ക്രിയേറ്റ് ആയി. എന്നാൽ അത് ഒരു ഓർഡർ ബ്ലോക്കിലുപരി ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഏരിയ ആണ്. അത് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയാൻ പാടില്ല, അതൊരു ഇൻഡ്യൂസ്മെൻ്റ് ഏരിയ എന്ന് തന്നെ നമ്മൾ പറയണം. ഓക്കെ, അപ്പം ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഏരിയ എന്തിനാണ്? ഈ ഒരു പ്രൈസ് റേഞ്ച് സ്മാർട്ട് മണി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? മാർക്കറ്റിൽ റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഏരിയയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു റിജക്ഷൻ പോലെ കാണിച്ചതിന് ശേഷം മാർക്കറ്റ് ദെൻ മുകളിലുള്ള ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് താഴോട്ട് പോയി. അപ്പം ഈ ഒരു സിനാരിയോയ്ക്ക് പല വേർഷൻസ് ഉണ്ട്. അതായത് ഒന്നെങ്കിൽ ഓർഡർ ബ്ലോക്ക് ആവാം, അല്ലെങ്കിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി പൂള് തന്നതിന് ശേഷം, ലിക്വിഡിറ്റി പൂൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഇവിടെ നിന്ന് മാർക്കറ്റ് ഇൻഡ്യൂസ്മെന്റ് ചെയ്തു. ഇൻഡ്യൂസ്മെന്റ് ഈ ഒരു റേഞ്ചിൽ ടാപ്പ് ചെയ്തു. ദെൻ മാർക്കറ്റ് താഴോട്ടിറങ്ങിയതിന് ശേഷം മാർക്കറ്റ് എന്താണ്? ഒരു രണ്ടാമത് വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്യും. രണ്ടാമത് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും മാർക്കറ്റ് ഒരു റിജക്ഷൻ മാർക്കറ്റ് താഴോട്ടിരിക്കും. ഓക്കെ, അപ്പോൾ എത്രത്തോളം എന്താണ് സ്റ്റോപ്പ് ലോസ് ഓൾറെഡി ഹിറ്റ് ആവുന്നുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കണം.
ഇതിനുശേഷം നമുക്ക് എന്താണ് ഇവിടെ ഒരു തൊട്ട് മുകളിലായിട്ട് എന്താണ് ഒരു ലിക്വിഡിറ്റി പൂളാവും. ആ ഒരു ലിക്വിഡിറ്റി പൂളായതിനു ശേഷം തൊട്ട് മുകളിലുള്ള FEGസിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്സിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ക്ലീൻ സെറ്റപ്പാണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ 2 സിനാരിയോ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് EURUSDയുടെ ഒരു 50 മിനിറ്റ് ചാർട്ട് നോക്കാം. ഈ ഒരു 50 മിനിറ്റ് ചാർട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് കൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇവിടെ ഒരു EURUSDയുടെ 50 മിനിറ്റ് ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലീൻ ആയിട്ട് മാർക്കറ്റ് സ്ട്രക്ചർ കാണാൻ പറ്റും. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇവിടുന്ന് നെക്സ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇവിടുന്ന് നെക്സ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ തന്നതിന് ശേഷം നമുക്ക് എന്താണ്, ഇതാണ് നമ്മളുടെ ഒരു ലാസ്റ്റ് ഹൈ എന്ന് പറയുന്നത്. അതിനുശേഷം മാർക്കറ്റ് താഴോട്ടിറങ്ങി വന്ന് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പം ഇവിടെ ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അപ്പം 2 ഓർഡർ ബ്ലോക്കുകളുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നോക്കേണ്ട കാര്യം ഇത് ഒരു ഓർഡർ ബ്ലോക്ക് അല്ല. ഓക്കെ, അത് ഒരു ഇൻഡ്യൂസ്മെന്റ് ഏരിയ ആണ്. തൊട്ട് ഈ ഒരു ഇന്റേണൽ സ്വിങ്ങിന് തൊട്ട് മുകളിലായിട്ട് ലിക്വിഡിറ്റി പൂളാണ്. ഓക്കെ, അപ്പം ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഏരിയ ആണ്. നമ്മൾ ചാർട്ടിൽ അത് അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. നമ്മളവിടെ മാക്സിമം എൻട്രി എടുക്കാതിരിക്കുക. ഓക്കെ, മാർക്കറ്റ് വന്നു, ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഏരിയയിൽ വന്നു ടാപ്പ് ചെയ്തതിന് ശേഷം റീറ്റെയിൽ ട്രേഡേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്തു. വളരെയധികം സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ആവും ആ ഒരു മൂവ്മെന്റിൽ. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി പോയേക്കുന്ന കാണാൻ പറ്റും. സോ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഏരിയ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മാർക്കറ്റിൽ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയി. ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയതിനു ശേഷം നമുക്കൊരു ഇൻഎഫിഷ്യൻസി കാര്യങ്ങൾ കിട്ടി. മാർക്കറ്റ് ഒരു ഹൈ തന്നു. ഹൈ തന്നതിന് ശേഷം ഇൻഡ്യൂസ്മെന്റ് കാര്യങ്ങൾ ഇൻഎഫിഷ്യൻസിയും കാര്യങ്ങളും തന്നു. അതിനുശേഷം മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നപ്പോൾ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയി. ആ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയതിനു ശേഷം മാർക്കറ്റിന്റെ ഒരു മിറ്റിഗേഷൻ ഉണ്ടല്ലോ, ആ സ്ലോ ആയിട്ടുള്ള മിറ്റിഗേഷൻ. ഇപ്പോൾ ഒരു 3 മണിക്കൂറിൽ താഴോട്ടിറങ്ങി വന്ന മാർക്കറ്റ് 1 മണിക്കൂർ കൊണ്ട് മുകളിലെത്തിയാൽ അത് ഒരു സ്പീഡ് മിറ്റിഗേഷനാണ്. ഓക്കെ, മാക്സിമം മാർക്കറ്റ് താഴോട്ടിറങ്ങി വരാൻ ഒരു 5 മണിക്കൂർ എടുത്തു എന്ന് ജസ്റ്റ് നിങ്ങൾ വിചാരിക്കുക. ഒരു 5 മണിക്കൂർ താഴോട്ടിറങ്ങി വരാൻ ഇറങ്ങി. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻറ്റു ഒരു 10 അവർ തിരിച്ച് മേളിലോട്ട് കയറി പോകണം. അതായത് സ്ലോ മിറ്റിഗേഷൻ ആയിരിക്കണം, അത്രേ ഉള്ളൂ. സ്ലോ മിറ്റിഗേഷൻ ആണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അതായത് സ്പീഡ് മിറ്റിഗേഷൻ ആണെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റ് ആവാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, ഇനി നിങ്ങൾക്ക് EURUSDയുടെ ഒരു 50 മിനിറ്റ് ചാർട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം. ഈ ഒരു 50 മിനിറ്റ് ചാർട്ടിൽ നിങ്ങൾക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. മാർക്കറ്റ് ഇവിടെ ഹൈ എന്നു, ആ ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തു. ദെൻ അടുത്ത ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തു മാർക്കറ്റ്. ദെൻ നെക്സ്റ്റ് ഹൈക്ക് ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓർഡർ ബ്ലോക്ക് 3 എണ്ണം ഉണ്ട്. ഓക്കെ, എന്നിട്ട് 3ഓളം ഓർഡർ ബ്ലോക്ക് ഉണ്ട്. 3ഓളം ഓർഡർ ബ്ലോക്കിൽ ഇൻഡ്യൂസ്മെന്റ് ആകാൻ ചാൻസ് കൂടുതൽ ഏതായിരിക്കും? അതായത് മാർക്കറ്റിന്റെ നെക്സ്റ്റ് മൂവ്മെന്റ് നമുക്ക് നോക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇവിടെ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് വരെ എത്താൻ എത്ര ടൈം എടുത്തതാണ്? അതിനേക്കാൾ വളരെ കുറവാണ് ഈ ഒരു മിറ്റിഗേഷന്. അത് ഒന്നാമത്തെ കാര്യം. അതൊരു സിമ്പിൾ വേ. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വന്നു. ആ ഒരു സ്പീഡ് മിറ്റിഗേഷൻ കണ്ടാൽ നിങ്ങളിവിടെ എൻട്രി എടുക്കാതിരിക്കാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ക്ഷമയില്ലാത്തവന് ട്രേഡിങ് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റ് അത്രയും സ്പീഡിൽ ഇറങ്ങി വന്ന മാർക്കറ്റ് ഇവിടെ വന്നു മാനിപ്പുലേറ്റ് ചെയ്തു. മാർക്കറ്റ് സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റായി. ഓക്കെ, സോ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു. സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ആയതിനെ തുടർന്ന് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തു. സോ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇൻഡ്യൂസ്മെന്റ് ഏരിയയായി മാറി. ദെൻ മാർക്കറ്റ് ആ ഒരു ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്തു, മാർക്കറ്റ് പോയി. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് ഏരിയയിൽ മാർക്കറ്റ് വന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക, അതായത് ഡബിൾ ബോട്ടം തരിക എന്ന് വെച്ചാൽ ഇവിടെ മാർക്കറ്റ് വന്ന് ഓർഡർ ബ്ലോക്ക് വന്ന് ടാപ്പ് ചെയ്തു. സോ ഇവിടം വരെ പൊങ്ങി. അതിനുശേഷം മാർക്കറ്റ് പിന്നെയും ഈ ഒരു റേഞ്ചിൽ, അതായത് ഈ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാണ്ട് പിന്നെ അതിനകത്ത് മാർക്കറ്റ് വന്ന് നടന്ന് ഒരു 2 ലോ തരിക, ഈക്വൽ ലോ മാർക്കറ്റ് തരിക. ഈക്വൽ ലോ മാർക്കറ്റ് തന്നതിന് ശേഷം ഈ ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്താൽ നല്ല മൂവ്മെന്റ് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ എൻട്രികൾ എടുക്കാം, ഇൻവെസ്റ്റ്മെന്റ് ഏരിയകൾ നമുക്ക് കണ്ടെത്താം. ഓക്കെ, ഞാൻ പറഞ്ഞു സ്പീഡ് മിറ്റിഗേഷൻ, സ്ലോ മിറ്റിഗേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അതൊക്കെ ഒരു എന്താ പറയുന്നത്, ഇതിനുള്ളൊരു സൂചനകളാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് കാണിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ആ രീതിയിൽ മാർക്കറ്റിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്താൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ പാരലൽ ചാനലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ട്രെൻഡ് ലൈൻ. ഓക്കെ, ട്രെൻഡ് ലൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ടൈമിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ,
പാരലൽ ചാനൽ. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പാരലൽ ചാനൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ഏരിയ, ഓക്കെ, എന്താണ് ഒരു ഇൻഡ്യൂസ്മെന്റ് ഏരിയ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് മാർക്കറ്റ് വന്നു ടാപ്പ് ചെയ്യുമ്പം എൻട്രി എടുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ മുകളിലോട്ട് എൻട്രി എടുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ എന്താണ് റീടെസ്റ്റ് വരട്ടെ എന്ന് കാത്ത് അങ്ങനെ എൻട്രി എടുക്കുന്നവരുണ്ട്. ദെൻ അതിനുശേഷം മാർക്കറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറും കാര്യങ്ങളും ഒക്കെ കിട്ടിയതിന് ശേഷം കൺഫർമേഷൻ കിട്ടിയ ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിലോട്ടൊക്കെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നല്ലപോലെ എൻട്രി എടുക്കുന്ന മറ്റു ചില ആൾക്കാരുണ്ട്. ഓക്കെ, എന്താണെങ്കിലും ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് നമ്മൾ എന്താണ് ട്രെൻഡ് ലൈൻ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ കിട്ടിയതിനു ശേഷം ഒരു ഓർഡർ ബ്ലോക്കിലോ കാര്യങ്ങളിലോ ഒക്കെ വന്ന് ടാപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നമുക്ക് അങ്ങനെയൊക്കെ എൻട്രി എടുക്കാൻ പറ്റും. അതൊക്കെ ഒരു അഡ്വാൻസ് ലെവലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പല രീതിയിൽ എൻട്രി എടുക്കുന്നുണ്ട്. ഇവിടെ ഒക്കെ മൊത്തം സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ട്രെൻഡ് ലൈൻ തന്നെയാണ്. ഇനി ഇതിനപ്പുറം മറ്റ് ട്രെൻഡ് ലൈൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ സപ്പോർട്ട് ലെവൽസ് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഇനി വല്ല ഓർഡർ ബ്ലോക്സ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ചാർട്ട് ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തന്നിരിക്കുമായിരിക്കും. ഓക്കെ, അപ്പം ഇതിലിവർ ചിലപ്പം മാർക്കറ്റിൽ ചിലപ്പോൾ ഈ ഒരു ലെവലും ഈ ഒരു ലെവലും ചിലപ്പം ഈക്വൽ ലോ ആയിട്ട് കയറി വരും. ഓക്കെ, അതായത് ഈ ഒരു ലെവലും ഈക്വൽ ഹൈ ആയിട്ട് ചിലപ്പോൾ ചില ചാർട്ടുകൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഈ ഒരു ലെവലും ഈക്വൽ ഹൈ ആയിട്ട് വരാൻ പറ്റും. എന്നാൽ ഈ ഒരു ലെവലിലായിട്ട് ഈ ഒരു റേഞ്ചിലായിട്ട് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഓർഡർ ബ്ലോക്കോ കാര്യങ്ങളോ കാണാൻ പറ്റും. അങ്ങനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. അങ്ങനെ പല രീതിയിൽ മാർക്കറ്റിൽ ഐഡിയ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം, സ്ട്രാറ്റജികൾ പഠിച്ചു വെച്ചാൽ. ഓക്കെ, നമ്മൾ ആ ഒരു എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റി കൂടും. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ, അതായത് ഇൻഡ്യൂസ്മെന്റ് എങ്ങനെയൊക്കെ സംഭവിക്കാം, എങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാം, നമ്മൾ ഐഡിയാസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യം, അതുപോലെ ട്രാപ്പ് എവിടെയാണ്, ട്രാപ്പിൽ നിന്നും എങ്ങനെ നമുക്ക് മാക്സിമം എസ്കേപ്പ് ആകാം എന്നുള്ള കാര്യം, കുറച്ച് കാര്യങ്ങൾ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ പല പല ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് SMC പ്ലേലിസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സോ കാര്യങ്ങളോ അതോ നിങ്ങൾക്ക് വേണ്ടുള്ള ടോപ്പിക്കോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കോട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.